പെരുന്നാളിന് ശേഷം സന്തോഷത്തോടെയുള്ള ഈ യാത്ര ഒരിക്കലും ഒരു മരണത്തിൽ കലാശിക്കുമെന്ന് ആരും കരുതി കാണില്ല. പ്രകൃതിയുടെ കാഴ്ചകൾ ആസ്വദിക്കുന്നതിനിടയിൽ പതിയിരുന്ന ഇങ്ങനെയൊരു അപകടം ആ ചെറുപ്പക്കാരനും ഒരിക്കലും പ്രതീക്ഷിച്ചു കാണില്ല. ഒരുമിച്ച് പഠിച്ച് ഒരുമിച്ച് കളിച്ചു വളർന്നവരാണ് മരണപ്പെട്ട സാബിറും സുഹൃത്തുക്കളായ ആസിഫും സിനാനും. പെരുന്നാളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലും ഇഫ്താർ സംഗമത്തിലുമെല്ലാം മുൻപന്തിയിലുണ്ടായിരുന്നവരുമായിരുന്നു ഈ 3 പേരും. ആഴ്ചകൾക്ക് മുൻപാണ് സാബിർ വിദേശത്തു നിന്നും നാട്ടിലേക്കെത്തുന്നത്. വിവാഹാലോചനകൾ നടന്നുകൊണ്ടിരിക്കുകയുമായിരുന്നു. അതിനിടയിലാണ് സാബിറിനെ തേടി മരണമെത്തുന്നത്. പെരുന്നാളിന് ശേഷം കോഴിക്കോട് ആയഞ്ചേരി സ്വദേശികളായ 3 പേരും ഊട്ടിയിലേക്ക് വിനോദയാത്ര പുറപ്പെടുകയായിരുന്നു. അവിടെ കാഴ്ചകൾ കണ്ട് തിരിച്ചു പോരുന്നതിനിടയിലാണ് ഗൂഡല്ലൂരിലുള്ള സൂചിമല കാണാൻ വേണ്ടി ഇവർ തീരുമാനമെടുക്കുന്നത്. ആ ഒരു തീരുമാനമായിരുന്നു സാബിറിന്റെ ജീവനെടുക്കാൻ കാരണമായത്. സൂചിമല വിനോദസഞ്ചാര കേന്ദ്രത്തിലെ കൂറ്റൻ പാറക്കെട്ടിന് സമീപത്ത് നിന്ന് ഫോട്ടോ എടുക്കുന്നതിനിടയിലായിരുന്നു അപകടം സംഭവിക്കുന്നത്. ഫോട്ടോ എടുക്കുന്നതിനിടെ സാബിർ താഴേക്ക് ഇറങ്ങിപ്പോവുകയായിരുന്നു. ഇതിനു പിന്നാലെ സാബിർ കടന്നൽ കുത്തേറ്റ് അലറി വിളിച്ചുകൊണ്ട് ഓടിവരുന്ന കാഴ്ചയാണ് സുഹൃത്തുക്കൾ കണ്ടത്. ഇതിനിടെ കൂട്ടത്തോടെയുള്ള കടന്നൽ ആക്രമണത്തിൽ സാബിർ അടിതെറ്റി വീഴുകയും ചെയ്തു. തുടർന്ന് സാബിറിനെ രക്ഷിക്കാനായി ആസിഫും സിനാനും ഓടിയെത്തിയെങ്കിലും ഇവർക്ക് സാബിറിന്റെ അടുത്തേക്ക് അടുക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. കടന്നൽ കൂട്ടം ഇവരെയും ആക്രമിച്ചതോടെ ഇരുവരും ഓടി രക്ഷപ്പെടുകയും ചെയ്തു. എന്നാൽ കൂട്ടത്തോടെയുള്ള കടന്നൽ ആക്രമണത്തിൽ സാബിറിന് വീണിടത്തു നിന്നും എഴുന്നേൽക്കാനായില്ല. തുടർന്ന് ഇരുവരും അറിയിച്ചതുപ്രകാരം സ്ഥലത്തേക്ക് വനം വകുപ്പ് അധികൃതർ എത്തിയെങ്കിലും സാബിറിന്റെ അടുത്തേക്ക് ഇവർക്കും പോകാൻ സാധിച്ചില്ല. തുടർന്ന് ഫയർഫോഴ്സിനെ വിവരം അറിയിക്കുകയും ഫയർഫോഴ്സ് എത്തി പ്രത്യേക വസ്ത്രം ധരിച്ചും തീപ്പന്തം കത്തിച്ചും കടന്നൽ കൂട്ടത്തെ തുരത്തിയതിനു ശേഷമാണ് സാബിറിന്റെ അടുത്തേക്ക് എത്തിയത്. തമിഴ്നാട് വനം വകുപ്പ് നിരോധനം ഏർപ്പെടുത്തിയ സ്ഥലമാണ് സൂചിമല വ്യൂ പോയിന്റ് എന്നാണ് പോലീസ് വ്യക്തമാക്കിയത്. ഇവിടേക്ക് പ്രവേശിച്ചതാണ് ഇവർക്ക് വിനയായത്. പക്ഷേ സ്ഥിരമായി സഞ്ചാരികൾ എത്തുന്ന ഒരു സ്ഥലം കൂടിയാണിത്. ശരീരത്തിൽ 1 ഇഞ്ച് പോലും സ്ഥലം ബാക്കിയാക്കാതെ കടന്നൽ കൂട്ടം സാബിറിനെ പൊതിഞ്ഞിരിക്കുകയായിരുന്നുവെന്നാണ് അധികൃതർ വ്യക്തമാക്കിയത്. തുടർന്ന് ഉടൻ തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും സാബിറിന്റെ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. കുത്തേറ്റ ആസിഫും സിനാനും ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. ആസിഫ് കോഴിക്കോട് മിംസ് ആശുപത്രിയിലും സിനാൻ വയനാട്ടിലെ ആശുപത്രിയിലുമാണ് ചികിത്സയിലുള്ളത്. സാബിറിന്റെ മൃതദേഹം ഗൂഡല്ലൂരിലെ സർക്കാർ ആശുപത്രിയിലാണ് ഇപ്പോഴുള്ളത്. നടപടികൾക്ക് ശേഷം ഇന്ന് ബന്ധുക്കൾക്ക് വിട്ടുനൽകും. ആയഞ്ചേരി വെള്ളിയാട് സ്വദേശി പുതിയോട്ടിൽ ഇബ്രാഹിമിന്റെയും സക്കീനയുടെയും മകനാണ് മരണപ്പെട്ട സാബിർ. എന്നാലും യുവാവിന്റെ ഈ ദാരുണമായ മരണം ഒരു നാടിനെ ഒന്നടങ്കം ഞെട്ടിച്ചിരിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.